ഹലോ കഥ ഫ്രെയിമിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു പുതിയ ഡ്രാമയാണ്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയേണ്ടത്, ഇത്ര ദിവസം വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, പരീക്ഷയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി. ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ ഈ ഡ്രാമയുടെ ഇൻട്രോയിലേക്ക് പോവാം. ബിഗ് 2012 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ ഫാൻറ്റസി റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണിത്. ഒരു കൊറിയൻ ഡ്രാമ ഇഷ്ടപ്പെടുന്ന ഏത് വ്യക്തിക്കും ഇഷ്ടപ്പെടാവുന്ന ഏറ്റവും നല്ലൊരു ഡ്രാമ. അതുപോലെ ഇത് കാണാതെ പോവാനും പാടില്ല, അത്രയും മനോഹരമായ ഡ്രാമയാണിത്. ഇതിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് ഗ്യുങ്ങിയോ ആണ്. നമ്മുടെ ട്രെയിൻ ടു ബുസാൻ, അതുപോലെ സ്ക്വിഡ് ഗെയിം, ഗോബ്ലിൻ എന്നീ ഡ്രാമകൾ ചെയ്തിട്ടുള്ള നമ്മുടെ ഗ്യുങ്ങിയോ തന്നെ. ഇതിൻ്റെ വൺ ലൈൻ പറയുകയാണെങ്കിൽ മറ്റൊന്നുമില്ല. 30 വയസ്സുള്ള ഒരു വ്യക്തി അഥവാ ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് 18 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയുടെ ആത്മാവ് സ്വിച്ച് ചെയ്യാണ്. അപ്പോൾ ഇനി ഈ വിദ്യാർത്ഥിയുടെ ആത്മാവ് ഈ 30 വയസ്സുകാരൻ്റെ ശരീരത്തിൽ കയറിയിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നൊക്കെ പറയുന്ന ഒരു തകർപ്പൻ ഡ്രാമയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അധികം സമയം കളയേണ്ട, ആദ്യത്തെ എപ്പിസോഡിലേക്ക് നേരെ പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കഥാനായികയായ റാനിനെയാണ്. റാനാണെങ്കിൽ ഒരു ബൊക്കെയൊക്കെ കൊണ്ടുപോയിട്ട് അവൾക്ക് ഡെലിവറി ചെയ്യാനുള്ള ഒരു കല്യാണത്തിലേക്ക് എത്തിക്കുകയാണ്. കല്യാണത്തിലെത്തി കല്യാണ ബൊക്കെ കൊടുക്കാൻ നോക്കുമ്പോൾ ആ വധുവാണെങ്കിൽ നമ്മുടെ റാനിൻ്റെ കൂടെ പഠിച്ച ഒരു സ്റ്റുഡൻ്റാണ്. ആ കുട്ടിയുടെ കല്യാണമാണ്. ആ കല്യാണത്തിനാണെങ്കിൽ റാനിനെ മാത്രം വിളിച്ചിട്ടില്ല, ബാക്കിയുള്ള എല്ലാം കൂട്ടുകാരികളും വിളിച്ചിട്ടുണ്ട്. റാൻ അത് കാണുമ്പോൾ കുറച്ച് വിഷമാവെങ്കിലും റാനാണെങ്കിൽ ഒന്നും മിണ്ടില്ല. ഈ സമയത്ത് കൂട്ടുകാരി പറയും, ഓ സോറി ഡി, ഞാൻ നിന്നെ വിളിക്കാതിരുന്നത് മറ്റൊന്നുമല്ല, നീ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാതിരിക്കുന്നു വിചാരിച്ചിട്ടാ, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറയുകയാണ് അവളോട്. അപ്പോൾ നമ്മുടെ റാൻ പറയും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ബൊക്കെ കൊടുക്കാണ്. അത് കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരി വിളിക്കും, വാ നമുക്കൊന്ന് ഒരുമിച്ച് ഫോട്ടോ എടുക്കാമെന്ന് ബാക്കിയുള്ള കൂട്ടുകാരികളും വിളിക്കുകയാണ്. അപ്പോൾ അവൾ പറയും, കുഴപ്പമില്ല, എനിക്ക് വേറൊരു ബൊക്കും കൂടി കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി വരാണ്. എന്നിട്ടാണെങ്കിൽ ആ കല്യാണത്തിന് വിരുന്നിൽ പോയിരിക്കുകയാണ്. അങ്ങനെ അവൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവൾ പിറുപിറുക്കാണ്, വേറൊന്നല്ല, ഞാനൊരിക്കലും പരീക്ഷയൊക്കെ എഴുതി ജയിക്കും, ഞാൻ കാണിച്ചൊരുകൂടി ഇതിനായിട്ട് നല്ലൊരു ചെക്കനെ ഞാൻ കിട്ടുമെന്ന് പറയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ റാനാണെങ്കിൽ ഇതുവരെ എഴുതി എല്ലാ പരീക്ഷയിലും തോറ്റിട്ടുണ്ട്. അതിലേതോ ഒരു ക്ലാസ്സിൽ പെട്ടതാണ് ഇപ്പോൾ ഉണ്ടായ കല്യാണ പെണ്ണുകടക്കം. അത്രയും നല്ല പഠിപ്പിസ്റ്റാണ് നമ്മുടെ റാൻ. അങ്ങനെ അവൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾക്കൊരു കോള് വരണത്. മറ്റാൻ്റെ അല്ല, അവൾക്ക് ഈ ജോലി ഏൽപ്പിച്ച ബോസിൻ്റെയാണ്. എന്നിട്ട് അയാൾ പറയാണ്, വേറൊന്നല്ല, നീ ഇപ്പോൾ കൊടുത്ത ബൊക്ക മാറിപ്പോയിട്ടുണ്ട്, ഈ ബൊക്കയല്ല ഈ വധുവിന് കൊടുക്കേണ്ടത്, ഇത് വലിയ പ്രീമിയം ബൊക്കയാണ്, ഇത് തിരിച്ച് നീ കൊണ്ടുവരണമെന്നും പറയാണ്. ഇത് കേട്ടത് റാൻ പറയും, ഇത് നല്ല വിലയുള്ളതായാലുമല്ല, ഞാൻ അത് കൊടുത്തു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യാനെന്ന് പറയുമ്പോൾ, നീ ഇത് കൊണ്ടുവരാതെ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാണ്, അല്ലെങ്കിൽ നീ അതിൻ്റെ കാശ് തരേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആൾക്ക് ഗതി കെട്ടിട്ട് വീണ്ടും ബൊക്ക എടുക്കാനായിട്ട് വധു പൂ വലിച്ചെറിയണ സമയത്ത് നിൽക്കാനായിട്ട് അവൾ വരാണ്. ഇത് കണ്ടത് അവളുടെ കൂട്ടുകാരികൾ ചോദിക്കുകയാണ്, നീ പോയില്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ റാനിനോട്. റാൻ പറയും, അപ്പോൾ ഇല്ല, എൻ്റെ ആകെയുള്ളൊരു കൂട്ടുകാരിയല്ലേ, അവളുടെ കല്യാണമെങ്കിലും കാണാൻ പറ്റിയില്ലെങ്കിൽ അതൊരു നാണക്കേടല്ലേ എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ വന്ന് നിൽക്കുകയാണ്. അവൾ ആകെ കണക്ക് കൂട്ടാണ്. അവളിപ്പോൾ ബൊക്ക വലിച്ചെറിയും, ഞാൻ നേരെ പോവും, അവൾ പിടിക്കും. അവളാണെങ്കിൽ ബാക്കിൽ നിൽക്കണ സ്റ്റെപ്പൊന്നും കാണുന്നില്ല. നേരെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആ ബൊക്ക വലിച്ചെറിയും, അതാണെങ്കിൽ സ്റ്റെപ്പിൻ്റെ മേലേക്ക് പോവും. നമ്മുടെ ആളാണെങ്കിൽ ബാക്കടിച്ച് ബൊക്കയെ പിടിക്കെങ്കിലും നേരെ 4 അടി താഴേക്ക് വീഴാൻ നിൽക്കുമ്പോൾ പെട്ടെന്നാണെങ്കിൽ നമ്മുടെ കഥാനായികയായ യു.ജെ ആണെങ്കിൽ അവളെ പിടിക്കാനായി നോക്കും. പക്ഷെ കഴിയൊക്കെ വഴുതി സ്ലോ മോഷനിൽ നമ്മുടെ നായികയാണെങ്കിൽ താഴെ കുത്തിയടിച്ച് വീഴും. ഇതെല്ലാം നമ്മുടെ നായികയാണെങ്കിൽ ഒരു കത്ത് പോലെ എഴുതി ആർജയെ കൊണ്ട് പറിക്കുകയാണ് റേഡിയോയിൽ. ഇതെല്ലാം കേട്ട് നമ്മുടെ നായിക അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ആ ആർജെ പറയും, അന്നത്തോടുകൂടി നമ്മുടെ നായികയുടെ ആ പരീക്ഷ പോയി കിട്ടി. പക്ഷെ നായികയ്ക്കാണെങ്കിൽ പുതിയൊരു വരനെ കിട്ടി, അതാണ് യു.ജെ. അവരുടെ കല്യാണം ഈ മാസം നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവർക്ക് ആശംസകളൊക്കെ നേരാണ്. അവിടുന്ന് സിംഗട്ടെ കാണിക്കുന്നത് ബസ്സിലാണ്. ബസ്സിൽ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ആൾ ആകെ പൊങ്ങി നിൽക്കാണ്. ഞാനും എൻ്റെ യു.ജെയും കൂടി കല്യാണം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിൻഡോയിലൂടെ നോക്കുമ്പോഴാണെങ്കിൽ അവളുടെ ബാക്കിലിരിക്കണ ഒരു പയ്യനാണെങ്കിൽ ഇവളെ നോക്കി ചിരിക്കുകയാണ്. ഇവളെന്ത് ഇവന് പറ്റി, എൻ്റെ മുഖത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ അവൾ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. കുറേ നേരം ഇവങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇവളാണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവനാണെങ്കിൽ മുഖം മാറ്റാണ്. ചെറുക്കനാണ് നമ്മുടെ കഥയിലെ രണ്ടാമത്തെ നായകനായ ജൂൺ. അങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ നമ്മുടെ റാനാണെങ്കിൽ ഇറങ്ങാണ്. അവൾ ഇറങ്ങി കുടയൊക്കെ വിരിച്ച് മഴയത്ത് നടന്നു പോകുമ്പോൾ പെട്ടെന്നാണെങ്കിൽ നമ്മുടെ ജൂൺ ആണെങ്കിൽ പിന്നാലെ വന്ന് കുടയിൽ കയറി പിടിക്കുകയാണ്. ഇത് കണ്ടതും നമ്മുടെ റാൻ സ്ലോ മോഷനിൽ പറയും, ഇത് നീ വിചാരിക്കണ പോലെയല്ല, എൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടുള്ളതാ എന്നൊക്കെ പറയുകയാണ്. നമ്മൾ ഒരേ പ്രായക്കാരല്ല എന്ന് പറയാണ്. അപ്പോൾ ജൂൺ പറയും, ഓ മേഡം അതല്ല, ഇത് എൻ്റെ കുടയാന്ന് പറയാണ്. ഇത് നിൻ്റെ കുടയോ? ആ പിടി നോക്കാൻ പറയാണ് നമ്മുടെ ജൂൺ. അപ്പോൾ എൻ്റെ കുട എവിടെയാണെന്ന് ചോദിക്കുകയാണ് നമ്മുടെ റാൻ. അപ്പോൾ പറയും ബസ്സിലുണ്ട്.
അപ്പോൾ നീ എന്താ അത് എടുക്കാതിരുന്നേന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഞാൻ കണ്ടവരുടെ സാധനമൊന്നും എടുക്കാറില്ല എന്ന് പറയാണ്. ഓ വലിയ മാന്യെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ സംസാരിക്കുകയാണ്. ഈ സമയത്ത് റാൻ ചോദിക്കും നീ എന്താ എന്നെ ബസ്സിൽ നിന്ന് ചിരിക്കുന്നുണ്ടേ, നീ എന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തേക്കുക, നീ മനഃപൂർവ്വം കുട മാറ്റി വെച്ചതാന്നൊക്കെ പറയാണ് നമ്മുടെ ജൂണിനോട് റാൻ. ജൂൺ പറയും ഞാൻ മാത്രമൊന്നല്ല ആ ബസ്സിലിരുന്ന പകുതിയോളം ആൾക്കാർ നിങ്ങളുടെ ഈ കോപ്രായങ്ങളെ കണ്ട് ചിരിക്കുന്നുണ്ടായി. റേഡിയോയിൽ ആർജെ പറയുന്നൊപ്പം അതിൻ്റെ കമൻറ്റൊക്കെ അടിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി നിങ്ങൾ ആകെ മണ്ടിയാണെന്നുള്ളതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കളിയാക്കാണ് നമ്മുടെ റാനിനെ. എന്നിട്ടാണെങ്കിൽ അവനാണെങ്കിൽ കുടയും കൊണ്ട് അങ്ങ് മുന്നോട്ട് പോവാണ്. സമയത്ത് ബസ്സിൽ നടന്ന കാര്യം കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഇവൾ റേഡിയോയിൽ ഇവർ പറയണ കേട്ടിട്ട് ഇവൾ തുള്ളി ചാടുന്നതൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഇത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഇവളാണെങ്കിൽ നമ്മുടെ ജൂണിനെ മാത്രം ശ്രദ്ധിക്കണത്. അവിടെ കാണിക്കണത് ഇപ്പോഴാണ്. ഇവിടെയാണെങ്കിൽ മഴയത്ത് നനഞ്ഞ് നമ്മുടെ റാനാണെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ റാന് പിന്നെ ഒരു രക്ഷയില്ലാതെ അവൻ്റെ കുടയിലടിയിൽ തന്നെ കയറി പെറ്റാണ്. കുറച്ച് ദൂരം കൂടി നടക്കടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ കുറച്ച് ദൂരം നടക്കാണ്. ഈ സമയത്തൊക്കെ അവരാണെങ്കിൽ ആ റാനാണെങ്കിൽ നമ്മുടെ ജൂണിനോടാണെങ്കിൽ യൂജയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജൂൺ പറയുന്നുണ്ട് എങ്ങനെയാണോ നിങ്ങളുടെ യൂജ നിങ്ങളെ സഹിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നടക്കാണ്. അങ്ങനെ നടന്ന് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവൾക്ക് അവളുടെ ജോലി സ്ഥലത്ത് എത്താണ്. അതൊരു സ്കൂളാണ്. അവളാണെങ്കിൽ നേരെ അങ്ങോട്ട് ഓടിക്കയറാൻ നിൽക്കുമ്പോൾ നമ്മുടെ ജൂണാണെങ്കിൽ ചോദിക്കുകയാണ് ഇത് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റാൻ പറയും നീ അതറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അങ്ങോട്ട് ഓടിപ്പോവാണ്. ഇതെല്ലാം കണ്ട് നമ്മുടെ ജൂണാണെങ്കിൽ അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്ന് സിങ്കട്ടെ കാണിക്കുന്നത് സ്കൂളിലാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ റാൻ നേരം വൈകി ചെന്നതുകൊണ്ട് പ്രിൻസിപ്പൾ നല്ല തെറി വിളിക്കുകയാണ്. നീ ആകെ ഒരു ട്രെയിനിയാണ്, കൃത്യസമയത്ത് അവിടെ എത്തണം, അല്ലെങ്കിൽ നിനക്ക് ഞാൻ സ്ഥിരമായിട്ടുള്ള ജോലി തരില്ല. ഇത് നീ എത്ര മണിക്കൂർ വൈകി? ഇപ്പോൾ 9:45 ആയല്ലോ എന്ന് പറയാണ്. ഓ സോറി മാം, ബസ് കിട്ടാൻ വൈകിയെന്ന് പറയാണ് നമ്മുടെ റാൻ. നീ ഭക്ഷണം കഴിക്കാൻ വൈകിയോ? അപ്പോൾ റാൻ പറയും ഇല്ല. നീ കുളിക്കാൻ വൈകിയോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് നീ എണിക്കാൻ വൈകിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിൻസിപ്പളാണെങ്കിൽ നിർത്തി പൊരിക്കുകയാണ് നമ്മുടെ റാനിനെ. അതെല്ലാം കഴിഞ്ഞ് റാൻ സ്വസ്ഥതയോടെ ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ പുറത്താണെങ്കിൽ നമ്മുടെ ജൂണാണെങ്കിൽ അവിടുത്തെ PT മാഷിനൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ സ്റ്റാഫ് റൂം കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് വരാണ്. പ്രിൻസിപ്പളാണെങ്കിൽ അവനും കൂട്ടി വന്നിട്ട് ടീച്ചർമാർക്കൊക്കെ പരിചയപ്പെടുത്താണ്. ഈ ടീച്ചർമാരുടെ ഇടയിൽ റാനും ഉണ്ടല്ലോ. റാൻ ഇതിനെ കണ്ടതും മുഖമൊക്കെ പൊത്തിപ്പിടിക്കാൻ നോക്കാണ്. പ്രിൻസിപ്പൾ പറയാണ് ഇത് അമേരിക്കയിൽ നിന്ന് വന്നതാണ്, ഇവൻ +2 പഠിക്കാനായിട്ട് ഇനി എവിടെയായിരിക്കും, അപ്പോൾ നമുക്കൊക്കെ ഇവനെ പഠിപ്പിക്കണം, അതുകൊണ്ട് ഈ സ്കൂളെല്ലാം ചുറ്റി കാണിക്കാനായിട്ട് ഞാൻ ഇവനെ റാനിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് റാനിനെ ഏൽപ്പിച്ച് കൊടുക്കുകയാണ്. പാവം നമ്മുടെ റാൻ ആകെ പെട്ടുപോവാണ്. റാനാണെങ്കിൽ ഇവരെയും കൂടി നടക്കാണ്. എൻ്റെ ഓരോ സ്ഥലം കാണിച്ചു കൊടുക്കുമ്പോൾ ഇവൻ പറയും ഇത് ചെറുതാണല്ലോ എന്ന് പറയാണ്. ഇതെല്ലാം കേട്ടത് നമ്മുടെ റാനിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവളാണെങ്കിൽ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് ഇതെല്ലാം. അവനാണെങ്കിൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ ജിം എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജിമ്മൊക്കെ ഉണ്ടാവും, ഇത് അമേരിക്കൻ സ്കൂളല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റാനാണെങ്കിൽ അവനെ എങ്ങനെയൊക്കെ കൊണ്ട് നടക്കണുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ ലൈബ്രറി കയറുന്ന സമയമാകുമ്പോൾ നമ്മുടെ റാനിൻ്റെ മൊബൈലിലേക്ക് യൂജയെ വിളിക്കുകയാണ്. യൂജയുടെ കോൾ വന്നതും അവൾ നാണത്തോടെയാണെങ്കിൽ അത് സംസാരിക്കുകയാണ്. ഇതെല്ലാം നമ്മളെ ജൂണാണെങ്കിൽ ഒരു രീതി നോക്കാണ്. അവനിതെല്ലാം കാണുമ്പോൾ ചിരിയാണ് വരണത്. അത് കഴിഞ്ഞ് റാനൊക്കെ കോളൊക്കെ സംസാരിച്ച് കോളെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മുടെ ജൂണിനോട് പറയാണ് നീ ഒരിക്കലും റേഡിയോ നടന്ന കാര്യം, ആ ബസ്സിൽ നടന്ന കാര്യം, അതുപോലെ ഇപ്പോൾ നടന്ന കാര്യമൊന്നും ഇവിടുത്തെ ക്രാങ്ങളോട് പറയണം എന്നില്ല, നീ അതൊന്നും പറയാനും പാടില്ല, പ്ലീസ്, ഇതെൻ്റെ ഒരു അപേക്ഷയാണെന്ന് പറയാണ് അവൾ. ഇത് കേട്ട് നമ്മുടെ ജൂൺ പറയും ഞാൻ പറയില്ല, പക്ഷെ ഒരു നിബന്ധനയുണ്ട്, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടുത്തെ ജനാല വഴി ചാടി പോവാണ്. ഇത് കണ്ട് നമ്മുടെ റാനാണെങ്കിൽ പറയും ഏയ് നീ എന്തിനാ ആ ജനാല വഴി ചാടണം, നിനക്ക് വേണ്ടിയില്ല ഇത്ര വലിയ ഡോറ് പണിത് വെച്ചിരിക്കണേന്ന് പറഞ്ഞിട്ട് അവളങ്ങോട്ട് ചൂടാവാണ്. അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ജൂണാണെങ്കിൽ നടന്നു പോവാണ്. അങ്ങനെ പോണ വഴിക്ക് ഒരു 3 പേരാണെങ്കിൽ നമ്മുടെ ജൂണിൻ്റെ പൊക്കാണ്. എൻ്റെ ജൂണിനോട് ഇംഗ്ലീഷ് തന്നെ അവരെ കളിയാക്കി സംസാരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ബബ്ബ അടിച്ചിട്ടാണ് ഇംഗ്ലീഷ് പറയണത്. നമ്മുടെ ജൂണാണെങ്കിൽ കിട്ടിയ അവസരം മുതലാക്കി അവനാണെങ്കിൽ അവരെ ഒരു വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചിട്ട് അവർ അവസാനം മണ്ടന്മാരെന്ന് വിളിച്ചിട്ടങ്ങ് പോവാണ്. അതിലുണ്ടായ മുങ്ങിന് ഈ കാര്യമൊക്കെ മനസ്സിലാക്കാണ്. മുങ്ഷിയാണെങ്കിൽ നമ്മുടെ ജൂണിനെ തല്ലാനായിട്ട് വരാണ്. പെട്ടെന്നാണെങ്കിൽ നമ്മുടെ റാനാണെങ്കിൽ അതിൻ്റെ കയറാണ്. റാനിനെ കണ്ടതും മുങ്ഷിയാണെങ്കിൽ കണ്ടം വഴി ഓടാണ്. അവന് പിന്നാലെ നമ്മുടെ റാനും കൂടിയിട്ട് ഓടാണ് അവനെ പിടിക്കാനായിട്ട്. ഇതെല്ലാം കണ്ട നമ്മുടെ ജൂണാണെങ്കിൽ ആ 2 കൂട്ടുകാരോട് ചോദിക്കുകയാണ് ഈ കൊറിയൻ ടീച്ചർമാരൊക്കെ കുട്ടികളെ തല്ലോന്ന് ചോദിക്കുമ്പോൾ ആ 2 സ്റ്റുഡൻസ് പറയും ഏയ് തല്ലൊന്നുമില്ല, പക്ഷേ ഇതവൻ്റെ ചേച്ചിയാണല്ലോ, പിന്നെ തല്ലവൻ തന്നെ വാങ്ങേണ്ടി വരും എന്ന് പറയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാകാം മുങ്ഷിക്കാണെങ്കിൽ നമ്മുടെ റാനിൻ്റെ ചേച്ചിയാണെന്ന്. പിന്നെ കാണിക്കുന്നത് റാനാണെങ്കിൽ മുങ്ഷിക്കിനാണെങ്കിൽ മരുന്നൊക്കെ വെച്ച് കൊടുക്കാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ക്രാങ്ങളായിട്ട് തല്ലുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് മരുന്നൊക്കെ വെച്ച് കൊടുക്കാണ്. ഇതെല്ലാം നമ്മുടെ ജൂണാണെങ്കിൽ നീങ്ങി നിന്ന് കാണാണ്. പിന്നെ കാണിക്കുന്നത് വൈകുന്നേരമാകുമ്പോൾ ജൂണാണെങ്കിൽ വീട്ടിലേക്ക് വരാണ്.
വീട് നോക്കുമ്പോൾ വീട്ടിൽ ആരുമില്ല, ഒരു ബെഞ്ചില്ല, ഒരു കസാര പോലും ഇല്ല. അവൻ ഫ്രിഡ്ജ് തുറന്ന് അതിന് പിസി എടുത്ത് ഓവനിൽ വെച്ചിട്ട് നേരെ അവൻ്റെ റൂമിൽ പോയിട്ട് അവിടെ ചെറിയൊരു കട്ടിലിൽ കയറി കിടക്കാണ്. അതാണെങ്കിൽ കുഞ്ഞു കുട്ടികൾ ഉപയോഗിക്കുന്ന കട്ടിലാണ്. അതിൽ കയറി കിടന്നിട്ട് അവൻ വിഷമത്തോടെ അവിടെയുള്ള പാവ തട്ടി താഴെ ഇടാണ്. അവിടുന്ന് സീങ്കടെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനായ റാനിനെയാണ്. റാനാണെങ്കിൽ യുജിനെ കാണാനായിട്ട് അവൻ്റെ ഹോസ്പിറ്റലിലേക്ക് വരാണ്. ആ സമയത്ത് ഹോസ്പിറ്റലിൽ വേറൊരു ഡോക്ടർ അങ്ങോട്ട് വരാണ്. ലീ സെങ് യാങ് എന്നാണ് അവളുടെ പേര്. അവളാണെങ്കിൽ നമ്മുടെ യുജെൻ്റെ എക്സ് ആയിരുന്നു. അവൾക്കാണെങ്കിൽ ഇവർ തമ്മിൽ അടുക്കണത് അത്ര ഇഷ്ടമല്ല. അവളാണെങ്കിൽ റാനിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചോ എന്ന് പറഞ്ഞ് തുടങ്ങാണ്. അപ്പോൾ അവൾ പറയും അതെ ഉറപ്പിച്ചു, കുറി തന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാങ് പറയും ഇല്ല കുറി തന്നില്ല, അവന് താല്പര്യം ഉണ്ടാവില്ല, അതവൻ തരാത്തതെന്ന് പറഞ്ഞിട്ട് അവളെ കുത്തിയിട്ട് അവിടുന്ന് പോവാണ്. ഈ സമയത്ത് നമ്മുടെ റാനിന് നല്ല വിഷമാവണുണ്ട്. റാനാണെങ്കിൽ അവനുള്ള ഫുഡായിട്ട് അവൻ്റെ ക്യാബിനിലേക്ക് വരാണ്. അവിടെ വരുമ്പോഴാണെങ്കിൽ അവനെ മാത്രം കാണാനില്ല. അവനാണെങ്കിൽ ഒരു അർജൻറ്റ് കാര്യമായിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ റാനാണെങ്കിൽ അവിടെ ആണെങ്കിൽ അവനുള്ള ഭക്ഷണം വെച്ചിട്ട് അവിടെ കട്ടിലിൽ പോയിരിക്കുകയാണ്. എന്നിട്ട് അവർ തമ്മിലുള്ള ഒരു സംഭാഷണം ആലോചിക്കുകയാണ് അവൾ. വേറൊന്നല്ല, കട്ടിലിൻ്റെ നീളം കൂട്ടണം, വലിയ കട്ടിൽ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് അവർ. അങ്ങനെ അവൾ ഇരിക്കുമ്പോഴാണ് അവളുടെ കട്ടിലിൻ്റെ അടിയിലാണെങ്കിൽ നോക്കണത്. അവിടെയാണെങ്കിൽ ഇവൾ കൊടുക്കാൻ വെച്ച കുറിയൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഇവനാണെങ്കിൽ ആ കുറിയൊന്നും തുറന്നു നോക്കിയിട്ടില്ല, അതോ ആർക്കും കൊടുത്തിട്ടില്ല. ഇത് കാണുമ്പോൾ അവൾക്ക് വിഷമമാണ്. അവളാണെങ്കിൽ ആ ഭക്ഷണത്തിന് മേലെ ഒരു നോട്ട് ഒട്ടിച്ച് വെച്ചിട്ട് അവിടുന്ന് പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റാനാണെങ്കിൽ തിരിച്ച് അവളുടെ വീട്ടിലെത്താണ്. അവളുടെ അച്ഛനാണെങ്കിൽ ഒരു റെസ്റ്റോറൻ്റാണ്, അവിടേക്കാണ് വരുന്നത്. അവിടെ തന്നെയാണ് വീടും. അവന് അച്ഛനെയൊക്കെ സഹായിച്ചതിന് ശേഷം അച്ഛനോട് സംസാരിച്ചുള്ളിലേക്ക് വരുമ്പോൾ അവളുടെ അനിയനും അതുപോലെ തന്നെ അമ്മയും കൂടിയിട്ട് ഒരു ജോഗിങ് മെഷീൻ വാങ്ങി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയാണ് നീ ഇതിൽ ദിവസം എക്സസൈസ് ചെയ്യണം, എന്നാലാണ് സ്ലിം ആയിരിക്കുള്ളൂ, എന്നാലാണ് അവന് കുറച്ചും കൂടി നിന്നോട് ഇൻട്രസ്റ്റ് തോന്നുള്ളൂ എന്നൊക്കെ പറയാണ്. ഈ സമയത്താണെങ്കിൽ അച്ഛനാണെങ്കിൽ ഇതെല്ലാം ഇഷ്ടപ്പെടുന്നില്ല. അച്ഛന് എടുത്തടി പറയും നീ പരീക്ഷയെ ജയിച്ചാൽ മതി, അല്ലാതെ അവന് വേണ്ടി നീ ജീവിക്കണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ദേഷ്യത്തോട് കൂടിയിട്ട് അച്ഛൻ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി പോവാണ്. നമ്മുടെ അമ്മയും മോനും ആകെ ചമ്മി നിൽക്കുകയാണ്. അവിടുന്ന് സീങ്കട്ടേക്ക് കാണിക്കുന്നത് ആശുപത്രിയിലെ ക്യാബിനിലാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ യുജെ വന്നിരിക്കുകയാണ്. അവനാണെങ്കിൽ കുറിപ്പ് കാണുന്നുണ്ട്. ആ കുറിപ്പ് വിഷമത്തോടെ അവൻ കയ്യിൽ പിടിക്കുന്നുണ്ട്. അവിടുന്ന് സീങ്കട്ടേക്ക് കാണിക്കുന്നത് നമ്മുടെ ജൂണിനാണ്. ജൂണും അവൻ്റെ അങ്കിളും കൂടി സംസാരിക്കുകയാണ്. വേറൊന്നല്ല, അങ്കിളാണെങ്കിൽ ജൂണിനായിട്ട് ഒരു ബൈക്ക് വാങ്ങി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അങ്കിൾ പറയാണ് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ, ഇതുപോലത്തെ ബൈക്ക് കിട്ടാൻ എന്ത് പാടാണെന്നോ അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ജോൺ പറയും ഞാൻ ഇത്ര നേരം വഴുകുമെന്ന് വിചാരിച്ചില്ല, നിങ്ങൾക്ക് ഇത്രയും കഴിവേ ഉള്ളൂ, നേരത്തെ കൊണ്ടുവരണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്കിളിനെ കളിയാക്കിയിട്ട് അവരുള്ളിലേക്ക് വരാണ്. ഈ സമയത്ത് ആൻറ്റി ആണെങ്കിൽ ആ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കുമ്പോൾ മുഴുവൻ പിസ്സ കാണാണ്. ഇതൊക്കെ കഴിച്ചാൽ നിനക്ക് പ്രശ്നമാവുമെന്ന് ആൻറ്റി പറയുമ്പോൾ അവനതൊന്നും മെയിൻ ചെയ്യണില്ല. ഈ സമയത്താണെങ്കിൽ ആൻറ്റി ആണെങ്കിൽ കണ്ണോട് അങ്കിളിന് കാണിക്കുകയാണ്. അങ്കിൾ അപ്പം തന്നെ പറയാണ് എടാ നീ എന്തിനാണ് ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കണത്, എവിടെയാണെങ്കിൽ ഇരിക്കാൻ ഒരു മേശയില്ല, ഒരു കസാര പോലും ഇല്ലല്ലോ, നീ ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് താമസിക്കാമെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ജൂൺ പറയും വേണ്ട, ഇതെൻ്റെ അമ്മ വാങ്ങിയ സ്ഥലമാണ്, ഇത് എനിക്കുള്ളതാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ റൂമിൽ കയറിയിട്ട് ആ വാതിലടിച്ചിട്ട് ആ ചെറിയ ബെഡിൽ കയറി കിടക്കാണ്. ഈ സമയത്ത് അവനൊരു ഫ്ലാഷ് ബാക്കിൽ പോകണുണ്ട്. അവൻ്റെ അമ്മയാണെങ്കിൽ അവനോട് ചെറുപ്പത്തിൽ പറഞ്ഞത് അവന് ആലോചിക്കുകയാണ് നീ വലുതാകുമ്പോൾ ഇതിനായിട്ട് വലിയ കട്ടിൽ വാങ്ങണം, അല്ലെങ്കിൽ നിൻ്റെ കാല് പുറത്ത് വരും എന്ന് പറയണത് ഓർക്കാണ്. അത് ആലോചിച്ച് അവനാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു കട്ടിൽ വാങ്ങാനായിട്ട് പുറപ്പെടാണ്. അവനങ്ങനെ ഷോറൂമിലെത്തി ഒരു കട്ടിൽ നോക്കി വെച്ചിരിക്കുകയാണ്. ആ കട്ടിൽ കയറി കുറച്ചു നേരം കിടന്ന് നോക്കാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ റാനും ഇതേ സ്ഥലത്തേക്ക് വരാണ്. അവൾ ബുക്ക് ചെയ്ത കട്ടിലിൻ്റെ മേലെയായിരുന്നു ജൂൺ കിടക്കുന്നുണ്ടായത്. ഇത് കണ്ടത് അവളാണെങ്കിൽ ഇവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ കട്ടിൽ വാങ്ങിപ്പിക്കരുതെന്ന് ഉറപ്പിച്ച് അവളാണെങ്കിൽ ഈ കട്ടിലിൻ്റെ ദോഷങ്ങളൊക്കെ പറയാണ്. കണ്ട ഈ കട്ടിലിങ്ങനെ കുലുങ്ങും, ഇതിലിങ്ങനെ നിൽക്കരുത്, ഇത് ഒടിയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവളുടെ കൈ കൊണ്ട് തന്നെ ആ കട്ടിലങ്ങ് ഒടിച്ചു വിടാണ്. കഴിഞ്ഞപ്പോഴാണെങ്കിൽ അവരാണെങ്കിൽ പേപ്പറൊക്കെ കൊണ്ടുതരാണ്. നിങ്ങൾ എന്തായാലും ഇതിൽ ഒപ്പിടണം, നിങ്ങൾ എന്തായാലും വാങ്ങണം എന്ന് പറഞ്ഞ് റാനിനോട് പറയാണ്. റാനാണെങ്കിൽ നമ്മുടെ ജൂണിനെ കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പറയാണ് നീ എന്തെങ്കിലും സഹായിക്കും, ഒരു 3000, 4000, 5000 വോള് തന്നിട്ടെങ്കിലും സഹായിക്കടാ, ആ കട്ടിലൊന്നും വാങ്ങാനാണ് ഇപ്പം എൻ്റെ കയ്യിൽ കാശില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ അവൻ പറയും എനിക്ക് ഈ കട്ടിൽ കൊണ്ടുള്ള ഒരു ഉപകാരമില്ല, അതുപോലെ എനിക്കിൻ്റെ ആവശ്യമില്ല, ഞാനാണെങ്കിൽ ഒറ്റയ്ക്കാണല്ലോ എന്ന് പറയാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും വാങ്ങില്ല എന്ന് പറയാണ്. എന്നാലും നമ്മുടെ റാൻ കാല് പിടിക്കുന്നത് കൊണ്ട് അവൻ കുറച്ച് കാശ് തരാമെന്ന് പറയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടെ ഫുഡ് കഴിക്കുകയാണ്. അവിടുന്ന് സീങ്കടയൊക്കെ കാണിക്കുന്നത് യുജെയുടെ ആശുപത്രിയാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ യാങ് ആണെങ്കിൽ വന്നിട്ട് ഇവർ നമ്മുടെ യുജെയും അതുപോലെ റാനും തമ്മിലുള്ള ഒരു ഫോട്ടോ കണ്ടിട്ട് ദേഷ്യത്തോടെ അത് വലിച്ചു കീറി കളഞ്ഞിട്ട് വേസ്റ്റ് ബക്കറ്റിൽ ഇടാണ്. ഈ സമയത്ത് നമ്മുടെ യുജി അങ്ങോട്ട് കയറി വരുന്നുണ്ട് ബാക്കി ഡോക്ടർമാരുടെ കൂടെ. അപ്പോൾ നമ്മുടെ യാങ് ആണെങ്കിൽ അവർ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുകയാണ്. അവിടെ നിന്ന് സീങ്കടയിൽ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ റാനാണെങ്കിൽ വീണ്ടും നേരം വൈകിട്ട് ഓടി പിടിച്ച് സ്കൂളിലേക്ക് വരാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജൂൺ ബൈക്കിൽ പറന്നെത്തിയിട്ട് സ്കൂളിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പി ടി മാഷ് പിടിച്ചിട്ട് ചോദിക്കുകയാണ് നീ എന്താടാ യൂണിഫോം ഇടാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഞാൻ വാങ്ങിയിട്ടില്ല, ഞാൻ ഇന്നലെ വന്നിട്ട് ചേർന്നിട്ടുള്ളൂ എന്ന് പറയാണ്.
ശരി, ഇനി നീ യൂണിഫോമിൽ കാണണമെന്ന് പറഞ്ഞിട്ട് അവനെ ഉള്ളിലേക്ക് കയറ്റി വിടാണ്. ഇതെല്ലാം കേട്ടിട്ടാണ് നമ്മുടെ റാനാണെങ്കിൽ അങ്ങോട്ട് കയറി വരുന്നത്. റാനാണെങ്കിൽ പി ടി മാഷിനോട് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തിരിച്ചൊരു ഗുഡ് മോർണിംഗ് പോലെ അയാൾ പറയില്ല. അയാൾക്ക് എന്തോ റാനിനോട് പേടിയുള്ള പോലെയാണ് നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റാനാണെങ്കിൽ ജൂണിനെ വിളിച്ചു കൂട്ടിയിട്ട് അവനായിട്ട് ഒരു യൂണിഫോം കൊടുക്കാണ്. എന്നിട്ട് പറയാണ്, നീ ഇപ്പോൾ തൽക്കാലം ഇത് ഉപയോഗിക്കുക, ഈ യൂണിഫോം ഇട്ടിട്ട് ക്ലാസ്സിൽ കയറിക്കോ, വേറൊന്നല്ല, നീ ഇതിനു വേണ്ടി ഇനി കഷ്ടപ്പെടണ്ട, നിനക്ക് പുതിയത് വാങ്ങുമ്പോൾ നീ ഇത് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് കൊടുക്കാണ്. ഈ സമയത്ത് ജൂണിന് റാനിനെ ഭയങ്കര ഇഷ്ടമാണ്. റാൻ ഇത്ര നല്ല ടീച്ചറാണെന്ന് അവനിപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ അവനാണെങ്കിൽ യൂണിഫോം ഒക്കെ മാറ്റിയിട്ട് സ്കൂളിൽ വന്നിരിക്കുകയാണ്, ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. ഈ സമയത്ത് റാനിൻ്റെ പീരീഡാണ്. റാനാണെങ്കിൽ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ അവിടുത്തെ ക്രാങ്ങളൊക്കെ ആണെങ്കിൽ റാൻ റേഡിയോയിൽ സംസാരിച്ചത് അറിഞ്ഞിട്ട് അവളെ അങ്ങോട്ട് കളിയാക്കാണ്. ഇതെല്ലാം നമ്മുടെ ജൂണിന് കേട്ടിട്ട് ദേഷ്യം വരുന്നെങ്കിലും അവനാണെങ്കിൽ അത് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. പക്ഷേ മുങ്ഷിക്കിന് അത് കടിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ, സ്വന്തം ചേച്ചിയല്ലേ, അതുകൊണ്ട് അവൻ അവിടെ കിടന്ന് ചൂടാവാണ്. ഇത് കേട്ടതും നമ്മുടെ റാനാണെങ്കിൽ അവന് ചീത്ത പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ്. അവളാണെങ്കിൽ സ്റ്റാഫ് റൂമിൽ വന്നിരുന്നിട്ട് ആ കാര്യം തന്നെ ആലോചിക്കുകയാണ്. അതിലൊരു കുട്ടി പറഞ്ഞത് അവൾ ആലോചിക്കുകയാണ്, വേറൊന്നല്ല, ആരാണ് ഈ റാൻ ടീച്ചർ പോലെ ബുദ്ധിയില്ലാത്ത ഈ ടീച്ചറെ കേട്ടാൻ പോണത്, ഇതിൻ്റെ വളവള കേട്ടാൽ തന്നെ ആൾക്കാർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, അയാളൊക്കെ വെറുതെ ഒരു നേരം പോക്കിനാവും കല്യാണം കഴിക്കണമെന്ന് പറയാണ്. ഇതെല്ലാം ആലോചിച്ച് അവളാണെങ്കിൽ അടുത്തുള്ള ടീച്ചറോട് ഇതെല്ലാം പറയുമ്പോൾ, നീ അതൊന്നും നോക്കണ്ട, നീ വേണമെങ്കിൽ അവനെ വിളിച്ച് ചോദിക്കുക കാര്യങ്ങളൊന്നും പറയാണ്. ഇത് കേട്ടത് നമ്മുടെ റാനാണെങ്കിൽ ഉടനെ തന്നെ പാർക്കിൽ പോയിട്ട് സ്കൂളെല്ലാം വിട്ടതിന് ശേഷം കോൾ ചെയ്യാണ് നമ്മുടെ യൂജേനെ വിളിച്ചിട്ട് അവനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ടോ, അതോ നിങ്ങൾ നിർബന്ധപ്രകാരം കെട്ടണമാണോ, അത് നേരം പോക്കിനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ വിഷമത്തോടെ സംസാരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ യൂജയാണെങ്കിൽ മിണ്ടാതെ കേൾക്കാണ്. എന്നിട്ട് അവളാണെങ്കിൽ കോൾ കട്ടാക്കാണ്. അതിനുശേഷമാണ് അവൾക്ക് ഞാൻ എന്താ പറഞ്ഞതെന്ന് ഓർമ്മ വരാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവളാണെങ്കിൽ ഇങ്ങനെ ഇനി തിരിച്ച് ഞാൻ വിളിക്കണമെന്നുള്ള രീതിയിൽ അവൾ വിളിക്കാൻ നിൽക്കുമ്പോഴേക്കും ഇതെല്ലാം കണ്ട നമ്മുടെ ജൂണാണെങ്കിൽ വന്നിട്ട് മൊബൈൽ വാങ്ങാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ അയാളാണെങ്കിൽ നിങ്ങളെ തിരിച്ചു വിളിക്കും എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറയാണ്. പക്ഷേ റാനിനാണെങ്കിൽ ഇരിക്കാൻ പൊറുതിയില്ല എന്ന് പറയണം. അവളങ്ങനെ നടക്കണ കണ്ടപ്പോൾ നമ്മുടെ ജൂണാണെങ്കിൽ അവളെയും കൂട്ടിയിട്ട് അവൻ പോകാനുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അവരാണെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ജൂണാണെങ്കിൽ ഒരു കൊറിയൻ വാക്ക് തെറ്റിച്ച് പറയുമ്പോൾ അവൾ പറയും, അങ്ങനെയല്ല, നല്ല വ്യക്തമായിട്ട് പറയണം, ഞാൻ നിനക്ക് ഓരോ അക്ഷരങ്ങൾ പഠിപ്പിച്ചു തരാം, ഞീ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കരയണ പോലെ ഞീ അങ്ങനെ ആക്കണമെന്ന് പറയാണ്. ഇതെല്ലാം നമ്മുടെ ജൂണിനെ കൊണ്ട് ചെയ്യിക്കണമുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ റാനിൻ്റെ മൊബൈലിലേക്ക് കോൾ വരാണ്. റാനാണെങ്കിൽ ധാരാന്ന് നോക്കുമ്പോൾ യൂജയോട് എൻ്റെ സോറിയൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ യൂജ പറയാണ്, എനിക്ക് നിന്നോട് എന്താണുള്ളതെന്ന് നിനക്കറിയണമല്ലേ, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം, എനിക്ക് പറയാമെന്ന് പറയാണ് നമ്മുടെ യൂജെ. ഇത് കേട്ടത് റാനാണെങ്കിൽ പഠിക്കുകയാണ് ഞാൻ എവിടെയാണെന്ന് പറയാനായിട്ട്. ഈ സമയത്ത് നമ്മുടെ ജൂണാണെങ്കിൽ ഇനി ഞാനവിടെ ഒരു കട്ടുറുമ്പ് ആകണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ ബൈക്ക് എടുത്തിട്ട് അവിടുന്ന് പോവാണ്. റാനാണെങ്കിൽ സ്ഥലം പറഞ്ഞു കൊടുക്കാണ്. ഈ സമയത്ത് നമ്മുടെ യൂജയാണെങ്കിൽ കോളെല്ലാം കട്ട് ചെയ്തിട്ട് തിരിയുമ്പോൾ ആ ബെഞ്ചിലിരിക്കുന്ന ഒരു പുസ്തകം കാണിക്കുകയാണ്. അതിലാണെങ്കിൽ മിറാക്കിൾ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ 2 മാലാഖമാർ കൈകളിങ്ങനെ ചേർത്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അവിടുന്ന് സിംഗടൊക്കെ കാണിക്കുന്നത് നമ്മുടെ യൂജയാണെങ്കിൽ കാർ എടുത്തിട്ട് പറന്ന് വരാണ് നമ്മുടെ റാനിനെ കാണാനായിട്ട്. മറ്റേ സൈഡിലാണെങ്കിൽ വീട്ടിലേക്ക് നമ്മുടെ ജൂണാണെങ്കിൽ തിരിച്ച് പറന്ന് വരാണ്. അവർ വരുന്ന വഴിക്കാണെങ്കിൽ അവിടെ ഒരു വലിയ ആക്സിഡൻറ്റ് നടന്നിട്ട് ഈ 2 പേരും കൂടിയിട്ട് 2 പേരുടെ വാഹനത്തോടു കൂടെ വെള്ളത്തിലേക്ക് അങ്ങ് വീഴാണ്. നമ്മുടെ ജൂണാണെങ്കിൽ അപ്പോൾ തന്നെ ബോധം പോയിട്ട് ആ അടിത്തട്ടിലേക്ക് വീഴാണ്. നമ്മുടെ യൂജയാണെങ്കിൽ ഇത് കണ്ടിട്ട് അവനെ പിടിക്കാനായിട്ട് നീന്തി വരുമ്പോൾ കറക്റ്റ് ആ മിറാക്കിൾ എന്ന പുസ്തകത്തിൻ്റെ ചട്ടപ്പുറത്ത് കണ്ടതുപോലെ അവർ തമ്മിൽ കൈ ഇങ്ങനെ ചേർത്ത് നിൽക്കുകയാണ് മാലാഖമാരെ പോലെ. അവിടുന്ന് കാണിക്കുന്നത് ആംബുലൻസ് ഒക്കെ വന്നിട്ട് ഇവരെ കൊണ്ടുപോവാണെങ്കിൽ എന്നിട്ട് ഇവരെ രക്ഷിക്കാനായിട്ട് കുറേ നോക്കാണ്. പക്ഷെ നമ്മുടെ യൂജുവിൻ്റെ ആണെങ്കിൽ ഹൃദയെടുപ്പ് നിൽക്കുകയാണ്. അവിടുന്ന് സിംഗടൊക്കെ കാണിക്കുന്നത് റാൻ ആശുപത്രിയിലേക്ക് വരാണ് ഓടിപ്പിടിച്ചിട്ട്. അവൾ എൻ്റെ റിസപ്ഷനിൽ പോയിട്ട് എവിടെയാണെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് അവളാകെ വിഷമിച്ചിട്ട് ഒരു സിസ്റ്ററും കൂടിയിട്ടാണ് വരുന്നത്. അങ്ങനെ സിസ്റ്ററിൻ്റെ കൂടെ നടന്ന് വരുമ്പോഴാണെങ്കിൽ അവളോട് ആ സിസ്റ്റർ പറയാണ്, നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യേ, നീ വീട്ടിലുള്ള വേറെ ആരെങ്കിലും വിളിച്ചിട്ട് വാ, മുതിർന്ന ആൾക്കാരെ, എനിക്കിത് കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല എന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ആളാണെങ്കിൽ കൊഴിഞ്ഞ് വീണിട്ട് കരയാണ്. ഇത് കണ്ടത് നമ്മുടെ സിസ്റ്ററാണെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ഈ സമയത്ത് നമ്മുടെ റാനാണെങ്കിൽ അവിടെ നിന്ന് കരയാണ്. ഈ സമയത്ത് മോർച്ചറിയിലാണെങ്കിൽ ഒരു ബോഡിയാണെങ്കിൽ ഒറ്റയ്ക്ക് എനിക്കാണ്. ആ ബോഡിയാണെങ്കിൽ സ്വന്തമായിട്ട് തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. മറ്റൊരാളാണെങ്കിൽ മുമ്പിൽ ബോഡികളൊക്കെ വെക്കണ ഫീസറിൻ്റെ വാതിലിൽ പ്രതിബിംബം കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോവാണ്. നമ്മുടെ യൂജെ ജീവനോടെ എണീറ്റ് വന്നിരിക്കുകയാണ്. അവനാണെങ്കിൽ അവിടുന്ന് കിട്ടിയ ഒരു തുണി എടുത്തിട്ട് അരക്ക് കെട്ടിയിട്ട് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ റാനാണെങ്കിൽ അവിടെ ഇരുന്ന് കരയാണ്. റാനാണെങ്കിൽ പെട്ടെന്ന് യൂജയെ കണ്ടതും ഓടി വന്നിട്ട് യൂജനെ കെട്ടിപ്പിടിച്ച് പറയാണ്, കരഞ്ഞിട്ട് പറയാണ്, ഞാൻ നിങ്ങളെ മിസ് ചെയ്തു, ഞാൻ നിങ്ങൾ മരിച്ചു എന്ന് വിചാരിച്ചു, നിങ്ങൾ മരിച്ചു എന്നാണ് ആ ഡോക്ടറൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ യൂജെ പറയാണ്, ടീച്ചർ ഇത് ഞാനാ ക്യുങ്ജു, ഞാൻ യൂജയല്ല എന്ന് പറയാണ്.
നമുക്ക് ഇപ്പോൾ തന്നെ കാര്യം മനസ്സിലായി, ഇവർ തമ്മിൽ സ്വിച്ച് ആയിരിക്കുകയാണ്. ഇപ്പോൾ യൂജയുടെ ശരീരത്തുള്ളത് ക്യുങ് ജൂണിൻ്റെ ആത്മാവ് അഥവാ ജൂണിൻ്റെ ആത്മാവാണ്. ഇപ്പോൾ ജൂണിൻ്റെ ശരീരത്തിൽ യൂജയുടെ ആത്മാവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇനി യൂജേനെ നമുക്ക് ജൂൺ എന്ന് വിളിക്കാം, ജൂണിനെ യൂജ എന്നും. ഇത് കേട്ടത് റാനാണെങ്കിൽ നിനക്ക് എന്താ പറ്റിയ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വിളിക്കണമെന്നൊക്കെ പറയുമ്പോൾ ജൂണാണെങ്കിൽ റാനിനോട് ചോദിക്കുകയാണ്, എന്നെ കാണാൻ നിങ്ങളുടെ കാമുകനെ പോലെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതേന്ന് പറയുമ്പോൾ ആൾക്ക് മനസ്സിലാവാണ്, അയ്യോ ഞാൻ പെട്ടു എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ തിരിച്ചോടിച്ചെന്ന മോർച്ചറിയിൽ രണ്ടാമത് കിടന്നിരുന്ന ബോഡിയുടെ അടുത്ത് വരാണ്. ഇത് ഞാനാണോന്ന് എനിക്ക് കാണാൻ വയ്യ, ഇതൊന്ന് തുറന്നു നോക്കട്ടെ ഞാൻ എന്ന് പറയാണ്. ഈ സമയത്ത് റാൻ പറയും, നിനക്കെന്താ പ്രാന്തായോ എന്ന് നോക്കിയാണ്. നീ നോക്ക്, ഇത് നിങ്ങളുടെ ജൂണാണോ എന്ന് നോക്കാൻ പറഞ്ഞിട്ട് അവനാണെങ്കിൽ കണ്ണൊക്കെ സൈഡിലേക്ക് നീക്കിയിട്ട് അങ്ങ് തുറക്കാണ്. നമ്മുടെ റാൻ നോക്കുമ്പോൾ ഒരു മുത്തശ്ശൻ്റെ ശരീരമാണ്. ജൂണാണെങ്കിൽ തുണി നീക്കിയപ്പോൾ എല്ലാം അങ്ങ് മാറ്റി. പെട്ടെന്നാണെങ്കിൽ നമ്മുടെ റാനാണെങ്കിൽ അത് മൂടി വെച്ചിട്ട് പറയാണ്, ഇത് നീയൊന്നല്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ജൂണിൻ്റെ സമാധാനമാവണത്. ജൂൺ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ റാൻ വന്നിട്ട് പറയാണ്, നിനക്ക് എന്താ പറ്റിയേ യൂജെ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സമയത്ത് നമ്മുടെ ജൂൺ വീണ്ടും പറയും, ടീച്ചറെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, ഞാൻ യൂജയല്ല, ഞാൻ ജൂണാണെന്ന് പറയാണ്. നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റാൻ പറയാണ്. അവസാനമായിട്ട് നമ്മൾ കണ്ടപ്പോൾ സംസാരിച്ചത് എന്താണെന്ന് ചോദിക്കുകയാണ്. സമയത്താണെങ്കിൽ യൂജി എന്തോ സംസാരിച്ചു എന്ന് നമ്മുടെ ജൂണിന് അറിയില്ലല്ലോ. ജൂൺ പറയും, ngീന്ന് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു എന്ന് പറയാണ്. ngീന്നാ റാനപ്പോൾ പറയാണ്, ഇത് ഞാൻ ക്യുങ് ജൂണിനെ പഠിപ്പിച്ചതല്ലേ എന്ന് പറയാണ്. ഞാൻ ആ ക്യുങ് ജൂൺ ആണല്ലോ എന്ന് പറയാണ്. അവിടുന്ന് സീൻ കടയ്ക്ക് കാണിക്കുന്നത് അവിടുത്തെ എല്ലാ അക്ഷരകളിലും നമ്മുടെ ക്യൂൻ ജൂണിനെ കയറ്റി ഇറക്കാണ്. ജൂണാണെങ്കിൽ എല്ലാത്തിലും കിടന്നു കൊടുക്കാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടറാണെങ്കിൽ റാനിൻ്റെ അടുത്തൊന്ന് പറയാണ്, ഇത് അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ്, ഇത് വേറെ ഈ ലോകം കണ്ടിട്ടില്ലാത്തൊരു രക്ഷപ്പെടൽ. ഗ്രതയുടെ ഒരു മണിക്കൂറോളം നിന്നതാ, എങ്ങനെയാണോ ഒറ്റയടിക്ക് ഇത് വന്നതെന്ന് അറിയില്ല, എന്തായാലും ഇയാളെ കുറച്ച് കൂടുതൽ പഠിക്കണം എന്നൊക്കെ പറയാണ് ആ ഡോക്ടർ. ഇതെല്ലാം കേട്ട് നമ്മുടെ റാൻ നിൽക്കാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജൂണാണെങ്കിൽ പതുക്കെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങാണ്. അവനാണെങ്കിൽ റിസപ്ഷനിൽ വന്ന് നോക്കുമ്പോൾ അവൻ്റെ അങ്കിളും അതുപോലെ ആൻറ്റിയും കൂടിയിട്ട് എങ്ങോട്ടോ കരഞ്ഞു വിളിച്ചിട്ട് പോവാണ്. ഇത് കണ്ടതും നമ്മുടെ ആളും കൂടി അതിൻ്റെ പിന്നാലെ പോവാണ്. അവരാണെങ്കിൽ നേരെ പോണത് നമ്മുടെ ജൂണിൻ്റെ യഥാർത്ഥ ബോഡിയാണ്. അതിലായിരിക്കും നമ്മുടെ യൂജയുടെ ആത്മാവ്. ആ ബോഡിയുടെ അടുത്തേക്കാണ്. അതാണെങ്കിൽ കോമയിലാണ്. അത് നോക്കി അവർ കരയണത് കാണുമ്പോഴാണ് അങ്കിളിനും ആൻറ്റിക്കും എന്നോട് ഒടുക്കത്തെ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ജൂണിന് മനസ്സിലാവണത്. ജൂൺ അങ്ങനെ നിന്നിട്ട് തിരിയാൻ നിൽക്കുമ്പോഴേക്കും അവിടെ ഒരു അപകടം പറ്റിയ ഒരാളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അയാളുടെ കൈയാണെങ്കിൽ നമ്മുടെ ജൂണിൻ്റെ കയ്യിൽ തട്ടാണ്. ആ കയ്യിലാണെങ്കിൽ കുറച്ച് ചോരയാവാണ്. അത് കണ്ടതും നമ്മുടെ ആൾക്കാണെങ്കിൽ ചെറിയ ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരാണ്. വേറൊന്നല്ല, ആളുടെ ചെറുപ്പത്തിൽ ജൂണിൻ്റെ ചെറുപ്പത്തിൽ അവൻ്റെ അമ്മയാണെങ്കിൽ അവൻ്റെ തൊട്ട് മുമ്പിൽ വെടിയേറ്റ് കിടക്കണതും അമ്മയാണെങ്കിൽ അവൻ്റെ മടിയിൽ കിടന്ന് മരിക്കണതൊക്കെ അവൻ ആലോചിക്കുകയാണ്. അത് കണ്ടത് അവന് നല്ല വിഷമമാണ്. അവിടുന്ന് സിംഗടൊക്കെ കാണിക്കുന്നത് നമ്മുടെ റാനാണെങ്കിൽ ജൂണിനെ തപ്പി നടക്കാണ്. ജൂണെന്ന് വെച്ചാൽ യൂജേനെ. ജൂണിനെ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം തപ്പിയിട്ടും അവിടെ കാണാതാവുമ്പോൾ അവൾക്ക് മനസ്സിലാവാണെങ്കിൽ ഹോസ്പിറ്റലിലെ ക്യാബിനിൽ പോയിട്ടുണ്ടാവും എന്ന് മനസ്സിലാവാണ്. നമ്മുടെ റാണിൻ്റെ വിചാരത്തിൽ അത് യൂജെ എന്നാണ്. അതുകൊണ്ട് അവളാണെങ്കിൽ നേരെ പോയിട്ട് ക്യാബിൽ നോക്കുമ്പോൾ അവിടെയൊന്നും നമ്മുടെ ജൂണിനെ കാണില്ല. അപ്പോഴാണ് അവൾക്ക് ജൂൺ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മ വരുന്നത്. ഇനി അങ്ങനെ ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അവൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ പ്രിൻസിപ്പളിനെ വിളിച്ചിട്ട്, ക്ഷമിക്കണം രാത്രി വിളിച്ചത്, എനിക്ക് നമ്മുടെ ക്യൂൻ ജൂണിൻ്റെ വീടിൻ്റെ അഡ്രസ്സ് വേണമെന്ന് പറയാണ്. അയാളാണെങ്കിൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. അവളാണെങ്കിൽ നേരെ ആ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ വിചാരിച്ചതുപോലെ നമ്മുടെ ക്യൂൻ ജൂൺ ആണെങ്കിൽ ആ ചെറിയ കട്ടിലിൽ ഒതുങ്ങിക്കൂടി കിടക്കാണ്. ഇപ്പം നമ്മുടെ യൂജയാണല്ലോ ക്യൂൻ ജൂൺ. അതുകൊണ്ട് വലിയ ബോർഡിൽ ഈ 18 വയസ്സുകാരൻ എങ്ങനെ തികയുന്നു നോക്കണ പോലെ തന്നെയാണ് ആ ബെഡിൽ എങ്ങനെയൊക്കെ കുത്തി നിറഞ്ഞിട്ടാണ് ആളെ കിടക്കണത്. റാനാണെങ്കിൽ തൊട്ടടുത്ത് വന്നിട്ട് അവനെ നോക്കി നിൽക്കുമ്പോൾ അവൻ കണ്ണു തുറക്കാണ്. റാനാണെങ്കിൽ ജൂണിനോട് ചോദിക്കുകയാണ്, നീയാണോ ജൂൺ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജൂൺ പറയും, അതെ ടീച്ചറെ, ഇത് തന്നെയല്ലേ ഞാൻ എപ്പോഴും പറയണേ, ഞാൻ തന്നെയാണ് ജൂൺ, ടീച്ചർ റാൻ എന്ന് പറയാണ്. ഇത് കാട്ടിയാണ് ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കണത്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി വരുന്ന എപ്പിസോഡിലാണ് കൂടുതൽ തമാശകൾ കിടക്കുന്നത്. നമ്മുടെ 18 വയസ്സുകാരനാണ് ഇപ്പോൾ നമ്മുടെ യൂജെ. ഇപ്പോൾ യൂജയുടെ കുടുംബക്കാരൻ്റെ മുമ്പിൽ നമ്മുടെ ജൂണാണെങ്കിൽ യൂജയായിട്ട് അഭിനയിച്ച് കാണിക്കണം. എന്തൊക്കെ ഇനി നമ്മുടെ ഈ 18 വയസ്സുകാരനായ ജൂൺ കാണിച്ചു കൂട്ടുന്നൊക്കെ കാണണമെങ്കിൽ ഇനിയുള്ള എപ്പിസോഡുകൾ കാണണം. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡായി കാണുന്നത് വരെ ബൈ.